കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്ന 2 പേരാണ്. ഒന്ന് ഈ ഒരു കാവ്യ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയും, അപ്പുറത്ത് നിൽക്കുന്ന കീർത്തന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഇവർ രണ്ടുപേരെയും പറ്റി ഇപ്പം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു അധ്യാപകരായിട്ടുള്ള ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം മൂന്നാമതായിട്ട് ഒരാളെ കൂടി പിടികൂടി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്കൂളിൽ ഇവരുണ്ടെങ്കിൽ ലഹരിയൊക്കെ വാങ്ങുകയും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ഇവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് വിൽക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം പൈസ ഇവർ അക്കൗണ്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചൊക്കെ കഴിയുന്ന രീതിയിലേക്കായിരുന്നു ഇവർ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 2 ടീച്ചേഴ്സാണതും, സ്കൂളിൽ പഠിപ്പിക്കുന്ന 2 ടീച്ചേഴ്സ്. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾ, ഇനി ഇവർ കുട്ടികളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ടീച്ചേഴ്സിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇവരുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനത്തുള്ള ലഹരി ഉപയോഗവും കാര്യങ്ങളും ടീംസിലേക്കൊക്കെ എത്തിയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് എന്നുള്ളതാണ്. അത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിലേക്ക് എത്തിയതെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇത് മോശമായിട്ട് യൂസ് ചെയ്യുന്നതും ചിലവർ അറിയാതെ ചില ചതികുഴികളിൽ ചെന്ന് പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കയറി നോക്കുക എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. ചിലപ്പോൾ അവർ തരാൻ താല്പര്യമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ പ്രായത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, ഭാവിയിൽ അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി.